നമ്മൾ എവിടുക്ക പോണത്? നമ്മള് കേക്ക് മുറിച്ചാൻ പോവാണ് നമ്മള് 50K ഫോളോവേഴ്സ് അയക്കണ്. അപ്പൊ ആ സന്തോഷം നിങ്ങളോട് പറയാൻ വന്നാ ഞാന് കേട്ടാ. ചോറ് തിന്നെങ്കില് വാരി തരുവോ? ആരാ വാരി തരുക? അസ്സലാമലൈക്കും. അപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പൊ കയ്യിൽ ഇതാ കേക്കൊക്കെ ഉണ്ട്. അപ്പൊ ഫേസ്ബുക്കിൽ നമ്മൾ 50K ഫോളോവേഴ്സ് 50K സപ്പോർട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. അപ്പൊ ആ സന്തോഷം നമ്മൾ പങ്കുവെക്കാനായിട്ട് കുറച്ച് മക്കളെ എടുത്തിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അതാ ഞാനും അതിമോനും ഉണ്ട്. മക്കളെല്ലാരും സ്കൂളിൽ പോയതാണ് കേട്ടോ, ഒരാരും ഇല്ല. അപ്പൊ ഞങ്ങള് എന്താ പറയാ റെഡി ആയി നിൽക്കുകയാണ്. അപ്പം ഇനി മോളൂസ് ഉണ്ടെന്ന് ഇവിടെ. ഓള് സ്കൂളിൽ പോയിട്ട് അവൾക്ക് സ്കൂളില്ല കേട്ടോ. അപ്പം മോളൂസിനെയും കൂടി കൂടെ കൂട്ടാന്ന് വിചാരിച്ച് അപ്പോൾ ഓളും കൊണ്ടാണ് പോണത്. മോളൂസിനെ കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെ കേക്ക് അപ്പം നമ്മൾ പോയി നോക്കുക. അപ്പം നമ്മൾ മോളൂസിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. മോളൂസ് എത്തിയിട്ടുണ്ട്. സർപ്രൈസ് ആയിട്ടല്ലേ? അതാ നമ്മള് മോളൂസ് എത്തിയിട്ടോ. മോളൂസിനെയും കൊണ്ടുപോകുന്നുണ്ട് ഞാന്. മോളൂസ് എത്തിയിട്ടുണ്ട്. പോവല്ലേ? ആ പോവാ. പോകാതെ വല്ല കേറ അല്ലല്ല അരുക്ക് നീ അരുക്ക് ഇരിക്കേ. ഇജ്ജ് എവിടുക്ക പോരുന്നത് എനിക്കറിയാ. നമ്മൾ എവിടുക്ക പോണത്? നമ്മള് കേക്ക് മുറിച്ചാൻ പോവാണ് കേട്ടാ. ഹായ് പറഞ്ഞേ. മോള് നല്ലോളം ഉമ്മ ഇല്ലാതെ അവളെ കൊണ്ടുപോകാൻ കേട്ടാ. അപ്പൊ ഓള് വികൃതി കാട്ടിയാ ഓക്ക് നമ്മൾ കേക്ക് കൊടുക്കണ്ടട്ടാ. വികൃതി കാട്ടുവാ ഇല്ല പറയാ. ഇല്ല. പിന്നെ മക്കളെല്ലാവരും സ്കൂളിൽ പോയതാണ് കേട്ടാ. ആദ്യമോ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പറഞ്ഞില്ലായിരുന്നാ കേക്ക് കൊണ്ടുവരും, ഞാൻ അടുത്ത പ്രാവശ്യം വരും. അതാണ് എന്ന് കൊണ്ടുവന്നത് കേട്ടോ. ആരാണ്? ഇപ്പൊ നമ്മള് 50K ഫോളോവേഴ്സ് അയക്കണ്. അപ്പൊ ആ സന്തോഷം നിങ്ങളോട് പറയാൻ വന്നാ ഞാന് കേട്ടാ. ഇപ്പൊ തരും അടി ഇരിക്കും. ഞാൻ പാടിയ പാട്ടൊക്കെ ഉഷാറായിരുന്നു. മോളോട് വന്നിരിക്ക്. വരും അടി ഇരിക്ക. മോളോട് ഇരിക്ക്. മോളൂസ് ഇതാ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി, ക്ലാസ് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ വന്നിരിക്കണ്ട കേട്ടാ. മോളൂസ് എത്ര കുഴപ്പം? ഒന്നമ്മേ ഓക്കോളമ്മച്ചിനെ കാണാൻ എൻ്റെ അടുത്ത് കൂടെ വലിയ ആളായി വണ്ടി ഇതാണ്. അവിടെ ഇരിക്ക്. അല്ല ഇരിക്കട്ടാ. ഓണാക്കില്ലേ? തോന്നല്ലേ? ആണോ? അങ്ങനെ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം എല്ലാവർക്കും ഓരോ പീസ് എടുത്തിട്ട് വായിക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മക്കൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഒരുപാട് സന്തോഷമായും ചെയ്തിരിക്കണ്. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമാണ് കേട്ടോ. നമ്മളെ സന്തോഷം എന്നുള്ളത് 50K ഫോളോവേഴ്സ് ഫേസ്ബുക്കിലായ സന്തോഷം ഈ മക്കളോടൊപ്പം പങ്കിടുക എന്നുള്ളത് അതിലേറെ വലിയ സന്തോഷം ഉള്ള കാര്യമാണ് കേട്ടോ. പിന്നെ ചിലവരൊക്കെ വേഗം വായ തുറന്നതിനുണ്ട്, ചിലവർക്ക് മടിയായിട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ചോറ് നാളെ ടൈം ആയതുകൊണ്ട് ചെറിയ പീസുകളെ ഞാൻ കൊടുക്കുന്നുള്ളൂ. ബാക്കി ടീച്ചർ വൈകുന്നേരം ചോറിന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ എല്ലാവർക്കും തന്നെ അവിടെ കൂടി എല്ലാ മക്കൾക്കും ഞാൻ ഓരോ പീസ് എടുത്ത് വായിക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്താ മോളൂസ് ക്ലാസ്സിൽ നിന്ന് വേഗം ഓടിയതാണ് പേടിച്ചിട്ട്. ഉമ്മച്ചിനെ കാണണല്ലോ. അങ്ങനെ മോളൂസിനുള്ള കേക്കും കൊണ്ട് ഞാൻ ഓട്ടോയിലേക്ക് വന്നതാണ് കേട്ടോ. ഇക്ക നോക്കിയിരിക്കണം ഓളെ, കാരണം ഓളെ ക്ലാസ്സിക്ക് പോണില്ല. അങ്ങനെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് മക്കൾക്കൊക്കെ കൊടുത്തിട്ടാ. അപ്പം മോളൂസ് ഓടി. മോളൂസ് ഇതാ മാറി നിൽക്കണേ. ഓക്ക് ഭയങ്കര പേടി ഇതിനുള്ളിൽ കയറാൻ. നമ്മൾ പോയേക്കുവാ പപ്പ. ആ മോളൂസിനെ ഓള് കൂടാണ് കയറണില്ല. കേക്ക് ഇഷ്ടമായോ നമുക്കൊക്കെ? അപ്പൊ ഈ പെട്ടെന്ന് നമ്മൾ 100K ഫോളോവേഴ്സ് ആട്ടോ. വലിയ കേക്ക് അടി കണ്ടിട്ടാ. പെട്ടെന്നാവട്ടെ കേട്ടാ. അങ്ങനെ കേക്കൊക്കെ മധുരമൊക്കെ കുറേശ്ശെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി പിന്നെ ടീച്ചർ അങ്ങോട്ട് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ലാഞ്ഞാൽ ഓല് ചോറ് തിന്നൂലായിരുന്നു. കേക്ക് അധികം തിന്ന് പള്ളർച്ചാൽ ചോറ് തിന്നൂലായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് അവിടെ ബിരിയാണി ഫുഡ് ആരോ കൊണ്ടുവന്നിരിക്കണം കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്നവിടെ ബിരിയാണി ആയിരുന്നു മക്കൾക്ക്. അപ്പം മോളൂസിനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോറ് കൊടുക്കാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ. മോളൂസിനും ചോറ് എല്ലാവരും ചോറ് കഴിച്ചിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം മക്കളെല്ലാവരും ഇതാ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളോടും ചോറ് തിന്നിട്ടില്ലാതെ പോകരുതെന്ന ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കും ചോറ് ഇവിടെയാണ് കേട്ടോ ഏകിക്കണത്. അപ്പം മക്കളെല്ലാവരും ചോറ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ മോളൂസിന് ഇതാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ ഓക്കും ഇതാ ചോറ് കൊടുക്കണം കേട്ടോ. ബിരിയാണി ആയിരുന്നു, നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു, അതുപോലെ സലാഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതോ ഒരു ഫാമിലി ഇവർക്ക് വേണ്ടി എത്തിച്ചു കൊടുത്തതായിരുന്നു ഇന്നത്തെ ബിരിയാണി കേട്ടോ. എല്ലാവരും നല്ല കുട്ടികളെ കഴിച്ച് എന്നിട്ട് ഇഞ്ഞും കേൾക്കുന്നേട്ടാ. ടീച്ചർ തരുഞ്ഞിട്ടാ. ചോറൊക്കെ കിട്ടി. വെച്ചോടെ ഞാൻ വാരി തരാ. ഓക്കെ ഞാൻ വാരി കൊടുക്കണാടാ. അവിടെ ഇരിക്കും. അങ്ങനെ അവിടുത്തെ കുട്ടികളെല്ലാവരും ചോറ് തിന്നലും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കും ഇവിടെ ചോറ് എടുത്ത് തന്നിക്കണം കേട്ടോ അവർ. അപ്പം ഞാനും ആദ്യമോനും അങ്ങനെ ചോറ് തിന്നാണ്. പിന്നെ ഇക്കാക്കുള്ള ചോറ് അങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ്. കാരണം മോളൂസ് അവിടെ നിന്ന് ഇറങ്ങാൻ കൂട്ടക്കണില്ല. അപ്പോൾ മോളൂസിനെയും കൊണ്ട് ഇക്ക അവിടെ വണ്ടിയിൽ ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്കുള്ള ചോറ് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. ചോറ് തിന്നില്ലെങ്കിൽ വാരി തരുമോ? ആരാ വാരി തരുക? ഒരൊക്കെ വാരി തരും. ഞാൻ ചോറ് തിന്നില്ലെങ്കിൽ അവർ എനിക്ക് വാരി തരുന്ന പറഞ്ഞത്. തന്നെ എന്നാ ഞാൻ ഫുള്ള് വാരി വെച്ചട്ടാ. നമ്മളെല്ലാരും കൂടി വരുന്ന എൻ്റെ പള്ള ഫുള്ളാവൂലേ. ഇവിടുന്ന് ഇവരെ നിർബന്ധം കൊണ്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ചോറ് തിന്നാൻ കൂടിയത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അപ്പോൾ ഞങ്ങൾ പോവാനായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോട്ടെ. അപ്പൊ സന്തോഷായില്ലേ? അപ്പൊ നമ്മൾ ഫേസ്ബുക്ക് സപ്പോർട്ട് ചെയ്യട്ടാ, ഫോളോ ചെയ്യട്ടാ. ഹലോ പോട്ടെട്ടാ. ഞാൻ പോയി. ഓക്കെ. ഇപ്പോഴും ചോറൊന്നും വേണ്ടില്ല. എപ്പെങ്ങാനും തുടങ്ങിയിരിക്കണേ. ഞാൻ പോയി. ചോറ് നേണ്ടില്ല എപ്പോഴും. അങ്ങനെ ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. മോളൂസിനെയും കൊണ്ട്. മോളൂസ് വണ്ടിയിൽ തന്നെ ഇരുന്ന് പിന്നെ ഇറങ്ങിയിട്ട് തന്നെ അല്ലായിരുന്നു കേട്ടാ.
അവിടെ പെരിയിലെത്തി ഇതാ മോളൂസ് ഇതാ ഇരിക്കണേ. മോളൂസ് അവിടെ ഓളെ ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പൊട്ടിത്തെറി. ഓളൊന്നും എന്നെക്കൊണ്ട് നോക്കാൻ കഴിയൂല കേട്ടാ. ഓളെ കൂടെ കുറച്ച് നേരം ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ കുടുങ്ങി. കാരണം അവിടുന്ന് ഓടിയിട്ട് അവിടെ നിർത്തിയോടത്തുനിന്ന് ഭയങ്കര ഓട്ടം. അങ്ങനെ ഞങ്ങൾ ചോറിന്ന് അവിടുന്ന് ചോറ് തിന്നാൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് ഫുഡ് ഇന്നാരോ ബിരിയാണിയൊക്കെ കൊടുത്തിരുന്നിട്ടാ. അപ്പം ഞങ്ങളെല്ലാവരും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ അവർ വിട്ടത്. അപ്പം മക്കള് ഞാൻ കഴിക്കണ്ടായിരുന്നു. മക്കൾ പറയണേ ഞങ്ങൾ വാരി തരും കഴിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതായാലും ആ സന്തോഷത്തിൽ കേക്കൊക്കെ മുറിച്ച് കുട്ടികൾക്ക് കൊടുത്ത് ചോറൊക്കെ തിന്ന് എന്നിട്ടൊക്കെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് കേട്ടാ. അപ്പം മോളൂസിന് ഞാൻ കൂടെ കൊണ്ടുപോയിന്ന് പോയപ്പോൾ ഓളെ ഉമ്മ ഇല്ലാണ്ട് കൊണ്ടുപോയതായിരുന്നു. പക്ഷെ അതുകൊണ്ട് നല്ലോണം പണി കിട്ടി കിട്ടാ. കാരണം അവിടുന്ന് ഭയങ്കര കുറുമ്പും പിത്തനയും മണ്ടലും അവിടെ നിൽക്കണേ ഇല്ല. റോട്ടുമൊക്കെ മണ്ടുക പിടിച്ചിട്ട് വെയ്ത്താലും നടക്കുകയായിരുന്നു ഞാൻ. ഇനി ഓളെ എവിടുക്കും ഞാൻ കൊണ്ടുപോകില്ല. ഇനി എവിടുക്കും ഇനി മോളൂസിനെ എവിടുക്കും ഞാൻ കൊണ്ടുപോകില്ല. നിർത്തി മോളൂസിനെ കൊണ്ടുപോക്കെ തന്നെ നിർത്തിക്കണം. ഇനി എവിടുക്കും മോളൂസിനെ കൊണ്ടുപോകില്ല. കൊണ്ടുപോകില്ല. ഇനി എവിടുക്കും എന്നെ കൊണ്ടുപോകില്ല. ഞാൻ ചോറ് നോക്ക് വാരി കൊടുത്തത് ഞാനാണ് കേട്ടാ. ചോറ് വാരി കൊടുത്തിട്ട് 2 ഉരുള വെച്ചിട്ട് പിന്നെ വെച്ചില്ല. പിന്നെ ബാവാക്ക് ഇക്കാക്ക് ചോറ് കൊടുത്തിന്ന് അവിടുന്ന്. ഇക്ക വാരി കൊടുത്തപ്പോൾ പിന്നെയും പള്ളർച്ച് തിന്ന്. ഞാൻ നിന്നപ്പോൾ മതി പള്ള ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തിന്ന്. അങ്ങനെ ചോറും ബാക്കി വെക്കി. ചോറും ഓള് തിന്നില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം കുട്ടികളെ സന്തോഷം കുട്ടികൾക്ക് എന്താ അറിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയി വീഡിയോ എടുത്തപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. ഞാൻ മോളൂസിന് ഓളെ പെരീക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടാ. വാ മോളൂസിനെ ഓളെ പെരീക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. ഓളെ ഉമ്മാൻ്റെ അടുത്ത് വേമ്പാ ഓളെ ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചോട്ടെ. വേമ്പാ. അങ്ങനെ മോളൂസിനെ ഞാൻ ഓളെ പെരീക്ക് ആക്കി കൊടുത്തിട്ടാ. അപ്പം ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. മക്കളൊക്കെ കൂടെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ചിലവഴിക്കുമ്പോഴും അവരുടെ കൂടെ ഓരോ സന്തോഷം മുഖത്തെ സന്തോഷം കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അത് വേറെ ഒന്നും കിട്ടൂല. അപ്പം അങ്ങനെ ഞാൻ മോളൂസിനെ കൊണ്ടുപോയി ഓൾക്ക് ടാറ്റയൊക്കെ തന്ന് ഇങ്ങനെ പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.